നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ്. സോ നമുക്ക് ആദ്യം എന്താണ് ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എന്ന് നോക്കാം. സപ്പോസ് L ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ ഹിൽബർട്ട് സ്പേസ് H. Then we take L perp equal to set of all x element of H where x is orthogonal to capital L. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എല്ലിലുള്ള എല്ലാ എലമെൻസിനോടും ഓർത്തോഗണലാവുന്ന എക്സുകളുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നു. ഇതിനെ എൽ പെർപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദിസ് ഇസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എച്ച് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദി ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ ഇൻ എച്ച്. അപ്പോൾ എന്താണ് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. എൽ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണെങ്കിൽ എൽ പെർപ്പും ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. L perp contains all the elements of H which are orthogonal to every element of L. L എന്നുള്ള സ്പേസിനോട് മുഴുവനും ഓർത്തോഗണലാകുന്ന എക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ L perp എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ R3 എടുക്കുകയാണെന്ന് വിചാരിക്കുക. R3യിൽ ഐ എം ടേക്കിംഗ് my H is R3 and I am taking L as set of all x, y, 0 where x and y varies over R. അങ്ങനെയാണെങ്കിൽ L perp എന്ന് പറയുന്നത് will be set of all 0, 0, z where z varies over R. ഓക്കെ, അതായത് R3യിൽ നമ്മൾ എടുക്കുന്ന ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ എല്ലാ ഓർഡേഡ് ട്രിപ്ലെറ്റ് എക്സ് വൈ സീറോയോടും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ തേർഡ് പൊസിഷനിൽ എന്ത് വേണമെങ്കിലും വരാം. ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനുകളിൽ നമുക്ക് 0 വരണം. ഓക്കെ, സോ L R2, അതായത് നമ്മൾ എക്സ് വൈ പ്ലെയിനാണ് നമ്മൾ L ആയിട്ട് എടുക്കുന്നതെങ്കിൽ Z ആക്സിസ് ആണ് L പെർപ്പായിട്ട് നമുക്ക് കിട്ടുക. അത് നിങ്ങൾക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സൗകര്യമാവുമെന്ന് വിചാരിക്കണം ഈ എക്സാമ്പിൾ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു തിയറമാണ് പഠിക്കുന്നത്. ഈ തിയറം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ for every closed subspace L in H, L direct sum L perp is equal to H. അപ്പോൾ ഒരു സബ്സ്പേസും അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റും തമ്മിലുള്ള ഡയറക്റ്റ് സം ഫുൾ H ആയിട്ട് നമുക്ക് കിട്ടുമെന്നാണ് നമ്മളോട് തിയറം പറയുന്നത്. സോ നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്ന്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം യു ടേക്ക് എനി എക്സ് എലമെൻറ്റ് ഓഫ് H. ഇവിടെയുള്ള ഏത് എക്സ് എടുത്താലും അതിനെ നമുക്ക് എല്ലിലുള്ള ഒരു എലമെൻറ്റിൻ്റെയും എൽ പെർപ്പിലുള്ള ഒരു എലമെൻറ്റിൻ്റെയും സമ്മായിട്ട് യുണീക്ക് വേയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കാണിക്കണം. ഓക്കെ, സോ എൽ ഇൻ്റർസെക്ഷൻ എൽ പെർപ്പ് എന്ന് പറയുന്നത് 0 മാത്രമായിരിക്കും. 0 എലമെൻറ്റ് മാത്രമേ എല്ലിലും എൽ പെർപ്പിലും കോമൺ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. സോ നമുക്കിത് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് there exists a unique y element of L such that x minus y perpendicular to orthogonal to L and y is equal to PL of x. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ യു ടേക്ക് എനി എക്സ്, യു ക്യാൻ റൈറ്റ് എക്സ് ആക്സ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ അല്ലേ. ഇതിൽ y എന്ന് പറയുന്നത് PL ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞു. സോ ഈ y എന്ന് പറയുന്നത് എല്ലിലുണ്ടായിരിക്കും. എക്സ് മൈനസ് വൈ ഓർത്തോഗണൽ ടു എൽ ആണെന്ന് പറഞ്ഞു. സോ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എൽ പെർപ്പിലുണ്ടായിരിക്കും. സോ യു ക്യാൻ എക്സ്പ്രസ് എനി എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആസ് എ സം ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എൽ ആൻഡ് എൻ എലമെൻറ്റ് ഓഫ് എൽ പെർപ്പ്. ഓക്കെ, നൗ നമുക്ക് എൽ ഇൻ്റർസെക്ഷൻ എൽ പെർപ്പ് അത് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് ഒരു സെഡ് എൽ ഇൻ്റർസെക്ഷൻ എൽ പെർപ്പിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് സെഡ് സെഡ് എന്ന് എഴുതാം. ഇതിൽ ഇങ്ങനെ ചിന്തിക്കുക, ഈ ആദ്യത്തെ സെഡ് എല്ലിലുള്ളതാണ്. സെഡ് എൽ ഇൻ്റർസെക്ഷൻ എൽ പെർപ്പിലാണല്ലോ. സോ ദിസ് മീൻസ് സെഡ് ഈസ് ഇൻ എൽ ആൻഡ് സെഡ് ഈസ് ഇൻ എൽ പെർപ്പ്. സെഡിലും ഉണ്ട് എൽ പെർപ്പ്, സോറി സെഡ് എല്ലിലും ഉണ്ട് എൽ പെർപ്പിലും ഉണ്ട്. സോ ആദ്യത്തെ സെഡ് എല്ലിൽ നിന്നാണെന്നും രണ്ടാമത്തെ സെഡ് എൽ പെർപ്പിൽ നിന്നാണ് എന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ സെഡ് ഇൻ്റർസെക്ഷൻ സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. സോ നോം ഓഫ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് നോം സെഡ് ഈക്വൽ ടു 0 ഓർ വി ക്യാൻ സേ ദാറ്റ് സെഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ,
അപ്പോൾ എൽ ഇൻ്റർസെക്ഷൻ എൽ പെർപ്പിലുള്ള ഒരേ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് 0 സോ എൽ ഇൻ്റർസെക്ഷൻ എൽ പെർപ്പ് ഈസ് സിംഗിൾട്ടൺ 0. നൗ നമ്മൾ നേരത്തെ പറഞ്ഞു യു ടേക്ക് എനി എക്സ് എലമെൻ്റ് ഓഫ് എച്ച് യു ക്യാൻ എക്സ്പ്രസ് എക്സ് ആസ് എൻ എലമെൻ്റ് ഓഫ് എൽ പ്ലസ് എൻ എലമെൻ്റ് ഓഫ് എൽ പെർപ്പ്. ഓക്കെ, ഈ എക്സ്പ്രഷൻ്റെ യുണീക്ക്നെസ് ആണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് നേരത്തെ കിട്ടിയത് എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും എന്നാണ്. സോ നമുക്ക് നോക്കാം. സപ്പോസ് എക്സിനെ നമുക്ക് y1 പ്ലസ് z1 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. വർ y1 ഈസ് ഇൻ എൽ പെർപ്പ് ആൻഡ് z1 ഈസ് ഇൻ എൽ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എക്സിനെ നമുക്ക് എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് എഴുതാം. ആൻഡ് ദിസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ ഈ സെയിം ആസ് y1 പ്ലസ് z1 ബിക്കോസ് രണ്ടും എക്സിൻ്റെ തന്നെ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ മൈനസ് y1 ഇവിടെ എടുത്തു വിച്ച് ഇസ് ഈക്വൽ ടു z1 മൈനസ് വൈ. ഇപ്പോൾ ആലോചിക്കുക, ഈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എവിടത്തെ എലമെൻ്റ് ആണ്? ദിസ് ഈസ് ഇൻ എൽ പെർപ്പ്. y1 ഞാൻ എവിടെ നിന്നാണ് എടുത്തിരിക്കണേ? y1 ഈസ് ഇൻ എൽ പെർപ്പ്. സോ ഈ സൈഡിലുള്ള രണ്ടുപേരും എൽ പെർപ്പിലുള്ളവരാണെങ്കിൽ എൽ പെർപ്പ് ഒരു സബ് സ്പേസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് എൽ പെർപ്പിലെ എലമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡോ z1 this z1 is from L. അതുപോലെ വൈയും എല്ലിലുള്ളതാണ്. സോ z1 മൈനസ് എൽ എന്ന് പറയുന്നത് എല്ലിലുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൽ പെർപ്പിലുള്ളതാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എല്ലിലുള്ളതാണ് ആൻഡ് ദേ ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ ബോത്ത് ഓഫ് ദം ആർ ഇൻ എൽ ആൻഡ് എൽ പെർപ്പ് എന്ന് വരും. പക്ഷേ എല്ലിലും എൽ പെർപ്പിലും കോമൺ ആയിട്ട് നമുക്കൊരു ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, ഇറ്റ് ഈസ് 0. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് മൈനസ് വൈ മൈനസ് y1 ഈസ് 0 എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു y1. അതുപോലെ z1 മൈനസ് വൈയും 0 z1 മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ z1 എന്ന് പറയുന്നത് ആരാണ്? y ആണ്. സോ ഹിയർ നമ്മൾ എക്സിനെ y1 പ്ലസ് z1 എഴുതി. അതിൽ y1 എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്, z1 എന്ന് പറയുന്നത് y ആണ്. സോ യു ക്യാൻ റൈറ്റ് എക്സ് ആസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ ഓൺലി. ഇത് മാത്രമാണ് അതിൻ്റെ ഒരു ഡീകമ്പോസിഷൻ. സോ നമ്മൾ നേരത്തെ ആ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് യൂണീക്കായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് എന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഏത് ഹിൽബർട്ട് സ്പേസ് എച്ച് എടുത്താലും സപ്പോസ് എൽ ഈസ് എ ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എച്ച്, യു ക്യാൻ റൈറ്റ് എച്ച് ആസ് എൽ ഡയറക്റ്റ് സം എൽ പെർപ്പ്. ഇനി അതിൻ്റെ ഒരു കൊറോളറിയാണ് എൽ ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എച്ച് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഓഫ് എൽ പെർപ്പ്, അതായത് ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഓഫ് എൽ ഈസ് സെയിം ആസ് എൽ ഇറ്റ് സെൽഫ്. ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഓഫ് എൽ പെർപ്പ് ഈസ് എൽ ഇറ്റ് സെൽഫ്. ഓക്കെ, നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ രണ്ട് സെറ്റുകളാണ് ഇത്, ഈ എൽ പെർപ്പ് എന്ന് പറയുന്നതും എൽ എന്ന് പറയുന്നതും രണ്ട് സെറ്റുകളാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ ഈക്വൽ ആണെന്ന് കാണിക്കാൻ എന്ത് വേണം? യു ടേക്ക് എനി എലമെൻറ്റ് ഓഫ് എൽ, പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് ഹിയർ. യു ടേക്ക് എനി എലമെൻറ്റ് ഓഫ് എൽ പെർപ്പ് ആൻഡ് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ എൽ. ഓക്കെ, സോ ഇഫ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൽ, നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0 ഫോർ ഓൾ വൈ എലമെൻറ്റ് ഓഫ് എൽ പെർപ്പ് എന്നറിയാം. എക്സ് എല്ലിലുള്ളതാണെങ്കിൽ എൽ പെർപ്പിലുള്ള എല്ലാവരോടും എക്സ് ഓർത്തോഗണലായിരിക്കും. അതാണല്ലോ എൽ പെർപ്പിൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? എൽ പെർപ്പിലുള്ള എല്ലാവരോടും ഓർത്തോഗണലാണ് എക്സ്. അപ്പോൾ എക്സ് ഇസ് ഓർത്തോഗണൽ ടു എൽ പെർപ്പ്. എക്സ് ഓർത്തോഗണൽ ടു എൽ പെർപ്പ് ആണെങ്കിൽ എക്സ് ഈസ് ഇൻ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഓഫ് എൽ പെർപ്പ്. Okay, so if x is in L, then x is in orthogonal complement of L perp എന്ന് നമുക്ക് കിട്ടി. So one way implication is okay. So we have L is a subset of L perp. ഇനി നമുക്കിതിൻ്റെ റിവേഴ്സ് ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്യണം. അതായത് യു ടേക്ക് എനി എലമെൻറ്റ് ഫ്രം L perp, prove that it is in L. Okay.
സോ ഐ എം ടേക്കിംഗ് ആൻ എക്സ് ഫ്രം ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ പെർപ്പ്. ഈ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ പെർപ്പ് എന്ന് പറയുന്നത് എച്ചിൻ്റെ തന്നെ ഒരു സബ്സ്പേസ് ആണ്. സോ ഈ എക്സ് എച്ചിലുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആണെങ്കിൽ നമുക്കതിനൊരു ഓർത്തോഗണൽ ഡീകമ്പോസിഷൻ ഉണ്ട്. അതായത് എലമെൻറ്റ് ഓഫ് എല്ലും എലമെൻറ്റ് ഓഫ് എൽ പെർപ്പും അങ്ങനെയുള്ള രണ്ട് എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ട് യുണീക്ക് വേയിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഐ ക്യാൻ റൈറ്റ് എക്സ് ആസ് വൈ പ്ലസ് സെഡ് where y is in L and z is in L perp, and this expression is unique. അപ്പം ഞാൻ എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് സെഡ് എന്ന് നോക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് സെഡ് ആണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് സെഡ് എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ സെഡ് പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സെഡ് സെഡ് എന്നാണ്. ഇതിൽ എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? എക്സ് വാസ് ഇൻ എൽ പെർപ്പ് പെർപ്പ്, സെഡോ എൽ പെർപ്പിലുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോക്കാം, എക്സ് ഈസ് ഇൻ എൽ പെർപ്പ് പെർപ്പ്, ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ പെർപ്പിൽ നിന്നാണ് നമ്മൾ എക്സ് എടുത്തിരിക്കണേ. ആൻഡ് വൈ ഈസ് ഫ്രം എൽ, സെഡ് ഈസ് ഫ്രം എൽ പെർപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഈ എലമെൻസിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ എൽ പെർപ്പിലുള്ള സെഡും അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിലുള്ള എക്സും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ വി വിൽ ഗെറ്റ് 0 ഹിയർ. ഇതുപോലെ ഇനി നോക്കുക, വൈ എല്ലിലാണ് സെഡ് എൽ പെർപ്പിലാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇന്നർ പ്രൊഡക്റ്റും 0 ആയിരിക്കും. സോ നാച്ചുറലി നമുക്ക് എന്ത് കിട്ടും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സെഡ് സെഡ് എന്ന് പറയുന്നതും ഈക്വൽ ടു 0 ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സെഡ് സെഡ് ഈക്വൽ ടു 0 മീൻസ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞു. അതിൽ സെഡ് 0 ആയാൽ പിന്നെ നമുക്ക് എന്തായി? എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഈ വൈ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലിൽ നിന്നാണ്. സോ എക്സ് ഈസ് ഇൻ എൽ. നമ്മൾ ആദ്യം എക്സ് എവിടെ നിന്നാണ് ചൂസ് ചെയ്തത്? എക്സ് എലമെൻറ്റ് ഓഫ് എൽ പെർപ്പ് പെർപ്പ് എന്നാണ് ആദ്യം എടുത്തത്. ആൻഡ് വി ഗോട്ട് എക്സ് ഈസ് ഇൻ എൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൽ പെർപ്പ് പെർപ്പ്, അതായത് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ പെർപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൽ. സോ എൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ പെർപ്പ് എന്നും കിട്ടി. എൽ പെർപ്പ് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് എൽ പെർപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൽ എന്നും കിട്ടി. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. ഓക്കെ, ഇനി അടുത്ത ഒരു റിസൾട്ട്, ഇത് നമ്മുടെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് തിയറം ഓഫ് 3 പെർപെൻഡിക്കുലേഴ്സ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ ഹിൽബർട്ട് സ്പേസ് എച്ച്. അതിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് L2. അതിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് L1. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ ഉള്ളിലാണ് L2, അതിൻ്റെ ഉള്ളിലാണ് L1. ആൻഡ് വി ഹാവ് ടേക്കൺ x2 ആസ് PL2 ഓഫ് എക്സ്. എന്ന് വെച്ചാൽ എന്താണ്? ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു L2. അതിനെയാണ് x2 എന്ന് വിളിച്ചിരിക്കണേ. ആൻഡ് യു ഹാവ് ടു പ്രൂവ് PL of x is same as PL1 of x is equal to PL1 of x2. എന്ന് വെച്ചാൽ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു L1 is same as ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് x2 ഓൺ L1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. PL1 of x is same as PL1 of what is x2? PL2 of x. Okay, so what you have to prove is PL1 equal to PL1 into PL2. ഇവിടെ ഇൻറ്റു എന്ന് പറയുന്നത് കോമ്പോസിഷനാണ്. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പം ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ആദ്യം ഞാൻ PL2 വി ഹാവ് ടേക്കൺ x2 ആസ് PL2 ഓഫ് എക്സ്. അപ്പോൾ ഇത് L2വിലുള്ള ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി എക്സ് എലമെൻ്റ് ഓഫ് എച്ച് എന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് എ യുണീക്ക് ഡീകമ്പോസിഷൻ. എങ്ങനെ?
we can write x as x2 plus y2 where x2 is in L2 and y2 is in L2 perp. അപ്പോൾ ഇവിടുത്തെ x2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി PL2 ഓഫ് x ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഓർത്തോഗണൽ ഡീകമ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ L2 ഡയറക്റ്റ് സം L2 പെർപ്പിലെ എലമെൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, and we know that this is equal to h. So any element of h can be written as an element of L2 plus an element of L2 perp. So x2 plus y2 എന്ന് നമ്മൾ അതിനെ എഴുതി. ഇതിലെ x2 എന്ന് പറയുന്നത് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് x ഓൺ ടു L2 ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി എന്താണ് L2 perp എന്ന് വെച്ച് കഴിഞ്ഞാൽ, L2 perp എന്ന് പറഞ്ഞാൽ we are taking every element of h which satisfies the property. ഇപ്പം ഞാൻ v element of h എന്ന് എടുക്കുകയാണ്. ഇന്നർ പ്രൊഡക്റ്റ് vy ഈക്വൽ ടു 0 ഫോർ ഓൾ y element of L2. L2വിലുള്ള എല്ലാ എലമെൻസിനോടും ഓർത്തോഗണലായിട്ടുള്ള എലമെൻസിനെയാണ് നമ്മൾ L2 പെർപ്പിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ L2 പെർപ്പ് എന്ന് പറയുന്നത് L1 പെർപ്പിൻ്റെ സബ്സ്പേസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു v എന്ന് പറയുന്നത് L2 പെർപ്പിലുണ്ട് എന്ന് കരുതുക. എന്ന് വെച്ചാൽ എന്താ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് vy ഈക്വൽ ടു 0 ഫോർ ഓൾ y എലമെൻറ്റ് ഓഫ് L2. L2വിലുള്ള എല്ലാ എലമെൻസുമായിട്ട് v ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്നു. ഈ L2വിലുള്ള എല്ലാ എലമെൻസും എന്ന് പറയുമ്പോൾ അതിൽ L1ലുള്ള എലമെൻസും പെടും. കാരണം L1 we have given that L1 is contained in L2. അപ്പോൾ L2വിലുള്ള എല്ലാവർക്കും ഇത് ശരിയാണെങ്കിൽ L1ലുള്ളവർക്കും ശരിയാണ്. സോ നമുക്ക് പറയാം ഇന്നർ പ്രൊഡക്റ്റ് vy ഈക്വൽ ടു 0 ഫോർ ഓൾ y എലമെൻറ്റ് ഓഫ് L1. അങ്ങനെയാണെങ്കിൽ ഈ v എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ദിസ് ഇംപ്ലൈസ് ദിസ് v ഈസ് ഇൻ L1 perp. ഓക്കെ, v എലമെൻറ്റ് ഓഫ് L1 perp. L2 പെർപ്പിലുണ്ടെങ്കിൽ L1 പെർപ്പിലുണ്ട് എന്ന് കിട്ടി. സോ വി ഹാവ് L2 perp ഈസ് കണ്ടെയ്ൻഡ് ഇൻ L1 perp. ഇനി അടുത്തതായിട്ട് L2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് h ആണ്. ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ ഹിൽബർട്ട് സ്പേസ് ഈസ് അഗെയിൻ എ ഹിൽബർട്ട് സ്പേസ്. സോ ദിസ് L2 ഈസ് എ ഹിൽബർട്ട് സ്പേസ്. ഇപ്പോൾ L2 ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ അതിനെയും നമുക്ക് നേരത്തെ പോലെ ഡീകമ്പോസിഷൻ ഉണ്ടാവും. അതായത് L1 ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് L2 ആൻഡ് ദിസ് ഈസ് എ ഹിൽബർട്ട് സ്പേസ്. അതുകൊണ്ട് നമുക്ക് L2 ക്യാൻ ബി റിട്ടൺ ആസ് L1 ഡയറക്റ്റ് സം L1ൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഇൻ L2. ഓക്കെ, L1ൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഇൻ L2. ഈ L1 എന്ന് പറയുന്നത് L2വിൻ്റെയും സബ്സ്പേസ് ആണ്, അതുപോലെ തന്നെ അത് Hൻ്റെയും സബ്സ്പേസ് ആണ്. ഇവിടെ ഞാൻ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ L1നോട് ഓർത്തോഗണലായിട്ട് L2വിലുള്ള ആൾക്കാരെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇവിടെ L1 പെർപ്പ് L1 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ആരെയാണ്? സെറ്റ് ഓഫ് ഓൾ. ഓക്കെ, L1 പെർപ്പ് L1 അല്ല കേട്ടോ, ഇവിടെ L2 ആണ്. ദിസ് ഇസ് L2. സെറ്റ് ഓഫ് ഓൾ z എലമെൻറ്റ് ഓഫ് L2 സച്ച് ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് z ആൻഡ് u ഈക്വൽ ടു 0 ഫോർ ഓൾ u എലമെൻറ്റ് ഓഫ് L1. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ L1നോട് മുഴുവനും ഓർത്തോഗണലാവുന്ന L2വിലുള്ള എലമെൻസിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും L1 പെർപ്പിൽ ഉണ്ടാവില്ലേ? L1 പെർപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? സെറ്റ് ഓഫ് ഓൾ z എലമെൻറ്റ് ഓഫ് h വെർ z ഈസ് ഓർത്തോഗണൽ ടു L1. അപ്പോൾ ഇവിടെ Hലുള്ള എല്ലാവരും എടുക്കുന്നുണ്ട്, ഇവിടെ L2വിലുള്ളവരെ മാത്രമേ എടുക്കണുള്ളൂ. സ്വാഭാവികമായിട്ട് we can say that L1 perp L2 is a subset of L1 perp എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നോട്ട് ചെയ്യുക, ദിസ് ഇസ് L2 നോട്ട് L1. സോ ഇപ്പം നമ്മൾ പറഞ്ഞു L2 ക്യാൻ ബി ഡീകമ്പോസ്ഡ് ആസ് L1 ഡയറക്റ്റ് സം L1 പെർപ്പ് L2. ഓക്കെ, L1 പെർപ്പ് L2 എന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ x2 എന്ന് പറയുന്നത് നമുക്ക് L2വിലുള്ള ഒരു എലമെൻ്റാണ്. അതിനെ നമുക്ക്
L1-ലുള്ള ഒരു എലമെൻറ്റ് പ്ലസ് L1 പെർപ്പ് L2-ലുള്ള ഒരു എലമെൻറ്റ് എന്ന് രണ്ടായിട്ട്, അതായത് ഇവിടെയുള്ള ഒരു എലമെൻറ്റ് പ്ലസ് ഇവിടെയുള്ള ഒരു എലമെൻറ്റ് എന്ന് നമുക്കിതിനെ എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു Z1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ അത് L1 പെർപ്പിലുണ്ട് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ x2 can be written as u1 plus z1 where u1 is in L1 and z1 is in L1 perp L2. അപ്പോൾ u1 എലമെൻറ്റ് ഓഫ് L1 ആണെങ്കിൽ നമുക്ക് പറയാം x2-ൻ്റെ L1-ലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് u1 ആണ് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ട് ഇൻക്ലൂഷൻസ് ആണ് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? L1-ൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഇൻ L2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ L1-ൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഇൻ H. ആൻഡ് വി ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് L2-ൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് L1-ൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, എക്സിനെ നമ്മൾ x2 പ്ലസ് y2 എന്നാണ് ആദ്യം എഴുതിയത്. അതിലെ x2-വിനെ എനിക്ക് u1 പ്ലസ് z1 എഴുതാൻ പറ്റും. സോ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് u1 പ്ലസ് z1 പ്ലസ് y2. ഇതിൽ u1 എന്ന് പറയുന്നത് L1-ലുള്ളതാണ്. z1 നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? z1 വാസ് ആൻ എലമെൻറ്റ് ഓഫ് L1 പെർപ്പ്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ z1 വാസ് ആൻ എലമെൻറ്റ് ഓഫ് orthogonal complement of L1 in L2 and this is contained in L1 perp. അങ്ങനെയാണ് z1 L1 പെർപ്പിലെത്തിയത്. അതുപോലെ y2 ഈസ് ഇൻ L2 പെർപ്പ് എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. L2 പെർപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ L1 പെർപ്പ്. സോ z1ഉം L1 പെർപ്പിലുണ്ട്, y2ഉം L1 പെർപ്പിലുണ്ടെങ്കിൽ അവരുടെ സം എന്ന് പറയുന്നത് എവിടത്തെ എലമെൻ്റ് ആണ്? It is in L1 perp and this u is in L1. Okay. So we have a decomposition. X-ൻ്റെ ഒരു decomposition നമുക്ക് ഇങ്ങനെ കിട്ടുകയാണ്. An element of L1 plus an element of L1 perp. Okay. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും PL1 of X എന്ന് പറയുന്നത്? We will get PL1 of X എന്ന് പറയുന്നത് u1 ആയിരിക്കും. ഈ u1 തന്നെയാണ് നമ്മുടെ PL1 of X2 എന്ന് പറയുന്നതും. അങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് PL1 of X1 ഈക്വൽ ടു PL1 of X2. ഇനി ഒരു ലെമ്മയും കൂടിയുണ്ട് നമ്മുടെ സെക്ഷൻ 2.2-ൽ. ആൻഡ് ദിസ് ലെമ സേസ് ദാറ്റ് ഇഫ് E ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് H, ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ദ കോഷ്യന്റ് സ്പേസ് H ഓവർ E. ഓക്കെ, H ഓവർ E എന്ന് പറയുന്ന കോഷ്യന്റ് സ്പേസിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ കോഷ്യന്റ് സ്പേസിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ കോ ഡയമെൻഷൻ ഓഫ് E എന്ന് പറയുക. സപ്പോസ് ദാറ്റ് കോ ഡയമെൻഷൻ ഓഫ് E ഈസ് ഈക്വൽ ടു 1. ദെൻ ഇപ്പോൾ കോ ഡയമെൻഷൻ ഓഫ് E ഈക്വൽ ടു 1 ആണെങ്കിൽ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ഓഫ് E ഈസ് 1 ഡയമെൻഷണൽ എന്നാണ് ലെമ പറയുന്നത്. ഇഫ് E ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് H ആൻഡ് co-dimension of E is equal to 1, then the subspace orthogonal complement of E is 1 dimensional. So നമുക്ക് പ്രൂവ് ചെയ്യാം ഇത്. പ്രൂഫ് ഇവിടെ നമുക്ക് ഈ പെർപ്പിൻ്റെ ഡയമെൻഷൻ 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പെർപ്പിൽ മാക്സിമം ഒരു ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ മാക്സിമം ഒരാളെ ഉണ്ടാവുള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഐ എം ടേക്കിംഗ് ഈ പെർപ്പിൽ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ട് എന്ന് എടുത്തു. ഓക്കെ, നമുക്ക് വെക്റ്റേഴ്സ് E1 ആൻഡ് E2 ഇൻ ഈ പെർപ്പ് ദാറ്റ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് ഞാൻ എടുത്തു. ഏത് ഒരു ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ഓർത്തോനോർമൽ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഇഫ് x1 x2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്, നമുക്കതിൽ ഈ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
we will get two orthonormal vectors y1 and y2. And span of y1 y2 എന്ന് പറയുന്നതും span of x1 x2 എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ആ പ്രൊസീജിയർ പ്രൂവ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ y1 y2 ഇവർ രണ്ടുപേരും ഈ പർപ്പിലുള്ള ഓർത്തോനോർമൽ വെക്റ്റേഴ്സാണ്. ദെൻ അവരുടെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ y1 പ്ലസ് ബീറ്റ y2 ഇയിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ y1 പ്ലസ് ബീറ്റ y2 ഇയിലുണ്ട്. സോ ഐ എം ടേക്കിംഗ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 വിത്ത് y1. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇയിലുള്ളതാണ്, വൈൽ ദ സെക്കൻഡ് വൺ y1 ഈസ് ഇൻ ഇ പെർപ്പ്. അപ്പോൾ പിന്നെ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കില്ലേ? ഇനി എന്തായിരിക്കും ഈ ഡോട്ട് പ്രൊഡക്റ്റ്? y1 y2 ഓർത്തോനോർമൽ ആയതുകൊണ്ട് ദിസ് വിൽ ബി ആൽഫ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് y1 y1 വിച്ച് ഇസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് y2 y1 ഇറ്റ് ഇസ് 0. സോ ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു 0 എന്ന് വരും, അതായത് ആൽഫ. സോ വി ഗെറ്റ് ആൽഫ ഈക്വൽ ടു 0. ഇവിടെ ഈ y1ഉമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത പോലെ ഇനി നമ്മൾ y2ഉമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇയിലുള്ളതാണ്, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈ പർപ്പിലുള്ളതാണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് y1 ആൽഫ y1 പ്ലസ് ബീറ്റ y2 വിത്ത് y2 എന്ന് പറയുന്നത് വിറ്റ് വിൽ ബി ബീറ്റ. സോ ഇഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 ഈസ് ഇൻ ഇ, ദെൻ ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 0. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ്? ദിസ് മീൻസ് ദാറ്റ് the alpha 1 and alpha 2 are linearly independent relative to the subspace E. Okay. ഇനി ആൽഫ 1 ആൻഡ് ആൽഫ 2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു ദ സബ്സ്പേസ് ഇ ആണെങ്കിൽ ദിസ് വിൽ കോൺട്രഡിക്റ്റ് co-dimension ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1. അതായത് y1ഉം y2ഉം റിലേറ്റീവ്ലി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് y1ഉം ക്ലാസ് y2ഉം h/eയിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മളൊരു റിസൾട്ട് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ h/e എന്ന് പറയുന്ന കോഷ്യൻ സ്പേസിൽ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അതിൻ്റെ ഡയമെൻഷൻ h/eൻ്റെ ഡയമെൻഷൻ 1 ആവാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് ടു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഇൻ ഇ പെർപ്പ്. കാരണം അങ്ങനെ എടുത്താൽ നമ്മളിവിടെ ഒരു കോൺട്രഡിക്ഷനിലെത്തി. ദർഫോർ ഡയമെൻഷൻ ഓഫ് ഇ പെർപ്പ് എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്ഷൻ 2.2 പഠിക്കാനുള്ളത്. സോ സെക്ഷൻ 2.3 നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ടേക്ക് കെയർ.